പലരും പറയുന്ന ഒരു പ്രശ്നമാണ് സമയം കിട്ടിയില്ല സമയം കിട്ടിയില്ല എന്ന്. യഥാർത്ഥത്തിൽ പാവപ്പെട്ടവർക്കും പണക്കാർക്കും വിജയിച്ചവർക്കും തോറ്റവർക്കും എല്ലാവർക്കും 24 മണിക്കൂറാണ്. ഡിഫറൻറ്റ് എവിടെയാണ് വരുന്നത്? ഈ 24 മണിക്കൂറിനെ ടൈം മാനേജ്മെന്റ് ചെയ്യുന്നതിലാണ് ഡിഫറൻറ്റ് വരുന്നത്. ഇതിൽ വിജയിച്ച ആളുകൾക്കും തോറ്റ ആളുകൾക്കും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ടൈം മാനേജ്മെന്റ് എന്നുള്ളത്. വിജയിച്ച ആളുകൾക്ക് 1 മണിക്കൂറും 1 മിനിറ്റും 1 സെക്കൻഡ് പോലും അവരതിനെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഈ സ്ക്രോൾ ചെയ്ത് നമ്മൾ ഈ കളയുന്ന ഒരുപാട് സമയം അത് നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഓരോ സ്റ്റെപ്പുകളും വെച്ച് മുന്നോട്ട് പോവുക. ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും നമുക്കും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ മൊബൈലിൽ സ്ക്രോൾ ചെയ്ത് നമ്മൾ സമയം നഷ്ടമാക്കാതെ, അതല്ലെങ്കിൽ അശ്രദ്ധമായി നമ്മുടെ സമയം പാഴാക്കാതെ നമ്മളൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അങ്ങനെ ടൈം മാനേജ് ചെയ്യുക. 24 മണിക്കൂറാണെന്നുണ്ടെങ്കിൽ അതിൽ ഉറങ്ങാനുള്ള സമയം മാറ്റി വെക്കുക. അതിൽ നിന്നും മറ്റ് അത്യാവശ്യമായ കാര്യങ്ങൾക്കുള്ള സമയങ്ങൾ മാറ്റി വെക്കുക. അതിൽ നിന്നും നമുക്ക് നമ്മുടെ ഗോളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ 1 മണിക്കൂറെങ്കിലും നമ്മളതിന് മാറ്റി വെക്കണം. 1 മണിക്കൂറെങ്കിലും ദിവസത്തിൽ നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മുടെ ലക്ഷ്യം, എല്ലാവർക്കും ഒരു ലക്ഷ്യം ഉണ്ടാവും. ജീവിതത്തിൽ ലക്ഷ്യമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. നമുക്ക് ലക്ഷ്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ലക്ഷ്യം ഉണ്ടാക്കണം. നമുക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. അങ്ങനെ ലക്ഷ്യം സെറ്റ് ചെയ്തുകൊണ്ട്, ഒരു ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട്, അതിലേക്ക് പ്ലാൻ ചെയ്തുകൊണ്ട്, ടൈം മാനേജ് ചെയ്തുകൊണ്ട് ഓരോ ദിവസം 1 മണിക്കൂറെങ്കിലും നമ്മൾ അതിനുവേണ്ടി ചിലവഴിക്കണം. ആ ഗോളിലേക്ക് എത്തിച്ചേരാനുള്ള പടവുകൾ നമ്മൾ കുറഞ്ഞ് അങ്ങനെ വരും. ഓരോ ദിവസവും നമ്മൾ ഓരോ പടവുകളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താനുള്ള വൈദൂരം കുറഞ്ഞു വരും. ഇപ്പോൾ വിഷയത്തിലേക്കും നമുക്ക് ഒരു കാര്യത്തിന് ഇത്ര ടൈം വേണം, അതിലേക്ക് ഇത്ര ടൈം വേണം. അലസമായ ഒരു സമയത്തെയും നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. സമയം നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒന്നാണ് നമ്മുടെ സമയം എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ സമയം നല്ലതിന് വേണ്ടി ഉപയോഗിക്കുക. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗങ്ങളൊക്കെ ഈ സമയത്ത് നമ്മൾ ടൈം മാനേജ് ചെയ്തുകൊണ്ട് അതിലേക്ക് എത്തിച്ചേരാനുള്ള വഴികളൊക്കെ സെറ്റ് ചെയ്യുക.